പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺസിനെ സംബന്ധിച്ചാണ്. ജോൺസിന് ആരാധകരായ നമ്മളെ WWE യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് 2025 ചെയ്തിട്ടുള്ളത്. ജോൺസിനെ തന്നെ 2 ദിവസം മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ആരാധകരെ ഞെട്ടിച്ച ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. ജോൺസിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് ജനുവരി മുതൽ ഡിസംബർ വരെ ഫുൾ ടൈം ആയിട്ട് WWE വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. 220 ഡേറ്റ്സ് 220 പ്രോഗ്രാമിലെങ്കിലും അദ്ദേഹം വരാൻ ഒരുക്കമായിരുന്നു. ആ 220 ഷോസിൽ ലൈവ് ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും, വീക്ക്ലി എപ്പിസോഡ്സ് ഉണ്ടായിരിക്കും, പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും, സാറ്റർഡേ നൈറ്റ് സ്പെഷ്യൽ എപ്പിസോഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കൂടി 220 ദിവസം വരെ അദ്ദേഹത്തിന് വരാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു. പക്ഷേ WWE ജോൺസണയുടെ റിട്ടയർമെൻറ്റ് ടൂറായിട്ട് 36 ദിവസം മാത്രമാണ് സെലക്ട് ചെയ്തത്. 36 ദിവസങ്ങളിൽ 35 ദിവസവും കടന്നുപോയി. 36ാമത്തെ ദിവസം ഈ ഡിസംബർ 14-ാം തീയതി ഈ ഞായറാഴ്ച നടക്കുന്ന അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചാണ്. അതിലെ എതിരാളി ടൂർണമെൻറ്റ് വിജയിച്ചു വന്ന ഗിന്ദർ എന്ന മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനാണ്. അപ്പോൾ ജോൺസന വേഴ്സസ് ഗിന്ദർ ആ ഒരു മത്സരമാണ് റിട്ടയർമെൻറ്റ് മാച്ചായിട്ട് നടക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ജോൺസന 2 ദിവസം മുൻപ് പങ്കുവെച്ച ഈ ഒരു വെളിപ്പെടുത്തൽ അത് ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കിയത്. ജോൺസന എന്ന് പറയുന്ന പെർഫോമർ ആരാധകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ ടൈം കരിയറാണ് 2025 മുന്നോട്ടേക്ക് വെച്ചത്. പക്ഷേ കമ്പനി അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനി എന്തുകൊണ്ട് അത് വേണ്ട എന്ന് പറയുന്നതിന് ഏക ഉത്തരമേ ഉള്ളൂ. ബിസിനസ് മാത്രമാണ് കമ്പനിയുടെ മുന്നിൽ അവർ കണ്ടത്. ജോൺസനെ അനൗൺസ് ചെയ്യുന്ന വീക്ക്ലി എപ്പിസോഡ്സ് ആയാലും പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ആയാലും അതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടി മാക്സിമം ആളുകളെ കൊണ്ടുവന്ന് മാക്സിമം ബിസിനസ് നേടുക, അതാണ് ജോൺസനെ റിട്ടയർമെൻറ്റ് ടൂറിൽ അവർ നേടിയെടുത്തത്. അപ്പോൾ ജോൺസന എന്ന് പറയുന്ന റെസ്ലർ അദ്ദേഹത്തെ എല്ലാ ഷോസിലും കൊണ്ടുവന്ന് ആരാധകർക്ക് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മത്സരമോ സെഗ്മെൻറ്റോ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിൽ ഉപരി ജോൺസനെ ഉപയോഗിച്ച് മാക്സിമം പൈസ ഉണ്ടാക്കി. അപ്പോൾ ജോൺസന ഈ റിട്ടയർമെൻറ്റ് ഡേറ്റിനോട് അടുത്ത് വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം പ്രശസ്തമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഇത് പങ്കുവെക്കുന്നത് ഇതാണ് തൻ്റെ യഥാർത്ഥ പ്ലാൻ, താൻ ആരാധകർക്കൊപ്പമാണ് നിന്നത് എന്നുള്ളത് അദ്ദേഹം മനസ്സ് തുറന്ന് പറഞ്ഞതാണ്. അപ്പോൾ കമ്പനി തന്നോട് പറഞ്ഞത് 36 ദിവസത്തിൽ വന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷേ തൻ്റെ പ്ലാൻ 220 ദിവസം വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജോൺസനെ വെളിപ്പെടുത്തിയത് അത് കമ്പനിക്കിട്ടൊരു കൊട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ 220 ദിവസങ്ങളിൽ ജോൺസന വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് മാച്ച് അതിഗംഭീരമാകുമെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ 220 ഡേറ്റ്സിൽ ജോൺസന വരുമ്പോൾ ഓരോ ഷോയിലും ടിക്കറ്റ് എടുത്തു വരുന്ന ആരാധകർക്ക് ജോൺസണയെ കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു സന്തോഷം അത് കിട്ടുമായിരുന്നു. പക്ഷേ അതൊന്നും അവർക്ക് നൽകാൻ സാധിച്ചില്ല. എന്തായാലും റിട്ടയർമെൻറ്റ് ടൂറ് ഒരു ഫ്ലോപ്പായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ 220 ദിവസം ഒരു ബിസിനസ് അല്ലാതെ അവർ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിൻസ് മിക്മാൻ ആയിരുന്നെങ്കിൽ 220 ദിവസം ജോൺസനെ കൊണ്ടുവരുമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തുമായിട്ടുള്ള അപ്ഡേറ്റ് റോയൽ റംബിൾ 2026 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ WWE നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ സൂപ്പർ താരങ്ങളായ റോമൻ റീൻസ്, ബ്രോക്ക് ലെസ്നർ തുടങ്ങിയവരെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. നിലവിൽ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രോൺ ബ്രേക്കറിനെയും അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റ് ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ഈ ഒരു ഷോയിലേക്ക് നിലവിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോസ്റ്റർ നോക്കിയാൽ ആർക്കാണ് മേധാവിത്വം കൊടുക്കുന്നത് എന്നുള്ളത് അവർ പറയുന്നില്ല. പക്ഷേ പല സൂപ്പർ താരങ്ങളെയും അവർ കാണിക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും വിജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും 2026 റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സർപ്രൈസ് ആയിട്ടുള്ള പലതരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.